തേന്മാവിൻ കൊമ്പത്ത് ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. അദ്ദേഹം എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു. ഇതറിഞ്ഞ അദ്ദേഹം ജീവൻ കൊടുക്കും. എന്തിനാ നീ എന്നോട് ഇച്ഛാതി കാണിച്ചത്? മഹാഭാരതത്തിലെ പാഞ്ചാലിക്ക് അപമാനം നേരിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോ നീയല്ലേ രക്ഷിച്ചത്? ഒരു തെറ്റും ചെയ്യാത്ത എനിക്ക് ഇത്രയും വലിയൊരു അപമാനം സംഭവിക്കുമ്പോ നീ എവിടെയായിരുന്നു? ബാക്കിയുള്ളവരെ പോലെ ഒരു ആഡംബര ജീവിതവും പ്രശസ്തിയോ ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അങ്ങനെ ഒരിക്കൽ പോലും നിന്നോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. എന്റെ അച്ഛന്റെ അമ്മയുടെ കണ്ണു നിറയാതെ നോക്കണം. എന്റെ ചേച്ചിയുടെ കല്യാണം നടത്തി അവള് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണണം. എന്റെ ചേട്ടനെ വീണ്ടും എന്റെ കുടുംബത്തിന്റെ ഭാഗമാക്കണം. എല്ലാവരുടെയും അനുഗ്രഹത്തോടെ പ്രിയൻ ചേട്ടനെ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കണം. ഇത്രമാത്രം ആഗ്രഹിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഒരു സാധാരണ ജീവിതം മാത്രല്ല ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ജീവിതത്തിലെ ഒരുപാട് പരീക്ഷണങ്ങള് ഞാൻ നേരിട്ടിട്ടും ധൈര്യം കൈവിടാതെ ഞാൻ പൊരുതിയത് നീ എന്റെ കൂടെ ഉണ്ടെന്ന് കരുതിയിട്ട് മാത്രം. പ്രിയൻ ചേട്ടന്റെ അമ്മ ഞങ്ങളുടെ കല്യാണത്തിന് സമ്മതിച്ചു. കൈലാഷ് സാറും പഴയതെല്ലാം മറന്ന് ഞങ്ങളുടെ സ്നേഹത്തെ അംഗീകരിച്ചു. ചേച്ചിയുടെ കല്യാണവും നടക്കാൻ പോവാ. നീ എന്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും തീർത്തുന്ന ഞാൻ കരുതിയത്. ഏത് ജന്മത്തിലെ പാപത്തിന്റെ ശിക്ഷയാ എനിക്ക് തരുന്നത്? ഞാൻ എന്ത് പാപം ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് ഇതാണോ തക്കതായ ശിക്ഷ? എനിക്ക് എന്തെങ്കിലും മാറരോഗമാണ് തന്നിരുന്നെങ്കിലും എന്റെ മരണത്തോടെ അവസാനിച്ചാണ്. നീ എനിക്ക് തന്ന ശിക്ഷ എന്റെ കുടുംബത്തെ തന്നെ നശിപ്പിക്കും. ഞാനിനി എന്ത് ചെയ്യും? എന്നോട് ഇത്രയും വലിയ ചതി ചെയ്ത നീ തന്നെ ഈ പ്രശ്നത്തിന് ഒരു പ്രതിവിധിയും കാണണം. ഇതെന്റെയും എന്റെ കുടുംബത്തിന്റെയും വിധിയാണെന്ന് കരുതി കൈവിടരുത്. എന്നെ പരീക്ഷിച്ചതെല്ലാം മതി. എന്നെ രക്ഷിക്കണേ ഭഗവാനെ. ഇനി നിന്റെ പരീക്ഷണങ്ങൾ താങ്ങാനുള്ള ശക്തി എന്റെ മനസ്സിനോ ശരീരത്തിനോ ഇല്ല. സാറ് എന്തിനാ എന്നെ വിളിപ്പിച്ചതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വളരെ പ്രധാനപ്പെട്ട ഒരു ഓർഡറാണെന്ന് സാറ് വിളിച്ചു പറഞ്ഞിട്ടും ഞാൻ കമ്പനിയിലേക്ക് പോയില്ല. അത് തെറ്റാണെന്ന് എനിക്കറിയാം.